വെസ്റ്റ് ബംഗാളിൽ നിന്ന് നിരന്തരം ഹൈന്ദവരെ വേട്ടയാടുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും വാർത്തയാക്കാറില്ല. അതേസമയം അവർ വാർത്തയാക്കണമെങ്കിൽ അവർക്ക് മതം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. കാരണം ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും ഒരാൾക്ക് ഒരു അടി കിട്ടുകയാണെങ്കിലോ ഒരാൾ കൊല്ലപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ പിടിച്ച് ജയിലിലിടുകയാണെങ്കിലോ അവരുടെ മതമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ആദ്യം ചെയ്യുന്നത്. അവരുടെ മതം നോക്കുമ്പോൾ അവർ മുസ്ലിങ്ങളാണോ എന്ന് ആദ്യം ചെയ്യും. മുസ്ലിങ്ങളാണെങ്കിൽ കേരളത്തിൽ ഒരു സ്കോപ്പ് ഉണ്ട്. കാരണം കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരു വലിയ ബെൽറ്റ് ഉണ്ട്, ആ മുസ്ലിങ്ങൾക്ക് ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അത് പറഞ്ഞ് വലിയ റേറ്റിംഗ് മാധ്യമങ്ങൾക്ക് കൂട്ടാം. പിന്നെ മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട്. പല മാധ്യമങ്ങളും പല രാഷ്ട്രീയ പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളാണ്. പ്രധാനമായിട്ടും സംഘപരിവാർ വിരുദ്ധ മാധ്യമങ്ങളാണ് എല്ലാം. അതുകൊണ്ട് തന്നെ സംഘപരിവാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങൾക്ക് പോലും ചിലപ്പോൾ നിലനിൽപ്പ് പ്രശ്നമാകും. അവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കും. അതുകൊണ്ട് തന്നെ ആ മുസ്ലിങ്ങളെ അവിടെ തല്ലും പിടിക്കുകയും ചെയ്യുന്ന വാർത്തയെടുത്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ കേരളത്തിലെ മുസ്ലിങ്ങളൊന്ന് പേടിപ്പിച്ച് നിർത്താം, സംഘപരിവാറിനെ അടുപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഇത് ക്രിസ്ത്യാനികളുടെ വാർത്തയും അവർ കൊടുക്കാറുണ്ട്. കാരണം ക്രിസ്ത്യാനികളുടെ വാർത്ത കൊടുക്കുന്നത് ക്രിസ്ത്യാനികൾ BJPയിലോട്ട് അടുക്കുന്നതുകൊണ്ടാണ്. എന്നാൽ ഹിന്ദുക്കൾ ആക്രമിക്കുന്ന വാർത്ത കൊടുക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഇതാ വെസ്റ്റ് ബംഗാളിൽ നിന്നൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഒരു വൈറൽ വീഡിയോ ആണിത്. ആ വീഡിയോ കോപ്പിറൈറ്റ് ക്ലെയിം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നതാണ്. ആ വീഡിയോയിൽ പറയുന്നത് ഒരു ഹിന്ദു പെൺകുട്ടി ധക്കൂരിയ ലേക്ക്, കൊൽക്കത്ത, ഇവിടെ മുസ്ലിം പെൺകുട്ടികളാൽ അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് ഈ മുസ്ലിം പെൺകുട്ടികൾ കൊൽക്കത്തയിലെ ധക്കൂരി ലേക്കിനടുത്ത് ഹിന്ദു പെൺകുട്ടിയെ അറ്റാക്ക് ചെയ്തത് അല്ലെങ്കിൽ ആക്രമിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഈ ഹിന്ദു പെൺകുട്ടിയോട് അല്ലാഹു അക്ബർ വിളിക്കൂ എന്ന് ഈ മുസ്ലിം പെൺകുട്ടികൾ പറഞ്ഞു എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ദ വുമൻ അലിഗലി സെഡ് ഇറ്റ് വാസ് ഇൻ എ റിലീജിയസ് പ്ലേസ് ആൻഡ് ദേ വെയർ ഹിന്ദുസ് ആഫ്റ്റർ ദേ വെയർ അസോൾട്ടഡ് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതായത് അത് ഒരു റിലീജിയസ് പ്ലേസ് അല്ല, ഞങ്ങളിവിടെ അങ്ങനെ വിളിക്കാൻ വന്നതല്ല, നമ്മുടെ ജനാധിപത്യം അതേതൊക്കെ സ്വാഭാവികമായിട്ടും പറഞ്ഞു നോക്കി, അങ്ങനെ പറഞ്ഞു നോക്കിയിട്ടൊന്നും യാതൊരു വിധ കാര്യവുമില്ല, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നുപോയി എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. ആ വീഡിയോ മണിക്കൂറുകൾക്കകം കൊണ്ട് വൈറലാകുന്നു. ആ വീഡിയോ ആണ് ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ പ്രധാനമായിട്ടുള്ള ചർച്ചാ വിഷയം. എന്നാൽ ആ വീഡിയോ തിരിച്ചായിരുന്നെങ്കിൽ, അതായത് ഒരു ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിം പെൺകുട്ടിയോട് ജയ് ശ്രീറാം പറയുന്ന ഒരു വീഡിയോ ആയിരുന്നെങ്കിൽ ആ വീഡിയോ കേരളത്തിൽ വലിയ വൈറലായനെ. ധ്രുവ് രാഠി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തി അത് എടുത്തേനെ. രാഹുൽ ഗാന്ധി അത് അദ്ദേഹത്തിൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്തേനെ. സോണിയാഗാന്ധി അതിനെപ്പറ്റി വാചാലയായനെ. KC വേണുഗോപാൽ അതിനെക്കുറിച്ച് പറഞ്ഞേനെ. അങ്ങനെ പല പല കാര്യങ്ങളിലൂടെ ആ വീഡിയോ കടന്നു പോകുമല്ലോ. എന്നാൽ ആ വീഡിയോയ്ക്ക് റീച്ച് ഇല്ല. എന്തായാലും നമ്മൾ ആ വീഡിയോ കാണിക്കാം. 5:30 নাগাদ ঠাকুরিয়া লেকে এসেছিলাম, ঠিক আছে। তারপরে আসার পরে সবকিছু নর্মালি ছিল। কিছু কয়েকটা মেয়ে সামনে আসে, তারা নর্মালি নিজেদের মতো আজকে ফ্রেন্ডশিপ ডে মানাতে থাকে। কিন্তু আমরা যখন বেরিয়ে যাচ্ছি, তারপরে যখন আমরা ব্যাক করে আসি, এসে তাদের সামনে বসি, তারা কন্টিনিউয়াসলি আল্লাহু আকবার বলতে থাকে। তো আমাদের মধ্যে একজন তার প্রোটেস্ট করে এবং সে শুধু বলতে থাকে না, সে একজন হিন্দু মেয়েকে দিয়ে জোর করে বলাতে থাকে। এবং আমাদের মধ্যে একজন তার প্রোটেস্ট করে এবং শুধু নর্মাল ভাষাতে বলে যে তোমরা এটা কেন করছো, এটা কি কোনো রিলিজিয়াস স্পেস যে তোমরা এখানে এসে এরকম আল্লাহু আকবার বলে চিৎকার করছো। তো আমরা লিটারালি নর্মাল কথাবার্তা বলতে থাকি যে আমরা এখানে কেন, আমরা আজকে এখানে ঠাকুরিয়া লেকে এসে নিশ্চয়ই জয় শ্রীরাম বলে চিৎকার করতে পারি না, রাইট? তো তুমি আমার সামনে বসে তেমনি আল্লাহু আকবার বলে চিৎকার করতে পারো না। তো তারা তো কন্টিনিউয়াসলি তর্ক করতে পারে যে এটা আমাদের জায়গায় আমরা করতেই পারি, আমরা সব জায়গায় আল্লাহু আকবার বলতে পারি। তো আমরা তাদের ঝগড়াটা সামলে লিটারালি বেরিয়ে আসছিলাম। কিন্তু তারপরে তারা কল করে কিছু ছেলেকে, কিছু ছেলে তারা এসে লিটারালি আমাদের যে অপোজ করছিল তাকে মারে। মানে আপনারা বলুন আমরা কোথায় বাস করছি, এটা কি বাংলাদেশ? আপনি কি আজকে বাচ্চার কাছে গিয়ে বলতে পারবেন জয় শ্রীরাম? আমি সেটা নিয়ে কোনো অপোজ করছি না। আপনারা যখন দেখছেন যে আপনার সামনে কেউ লিটারালি করছে যে এটা তো কোনো রিলিজিয়াস প্লেস না যে আপনারা আল্লাহু আকবার বলে চিৎকার করবেন। উল্টে আপনারাই ঝামেলা খাড়া করছেন, তারপরে আপনারাই লোক আনছেন, ও লোক এনে আপনারা আবার আমাদেরকে পিটাচ্ছেন। এটা কি হচ্ছে? এটা কি বাংলাদেশ? মানে আমরা কোথায় বাস করছি? জাস্ট এদেরকে তো পুলিশ ধরবে না। তারা সঙ্গে সঙ্গে সেই প্লেসটা ছেড়ে চলেও গেল। আমরা যে কিছু করবো তার মধ্যে তারা সঙ্গে সঙ্গে প্লেসটা ছেড়ে চলে গেল, কারণ তারা জানে যে তারা কি ভুল করছে। তারা চলে গেল। এদেরকে লিটারালি আমাদের CM এদেরকে এখানে মানে থাকার জায়গা দিচ্ছে। কি কোথায় আছি আমরা এখানে? হ্যাঁ, আমরা ঠাকুরের লেকে অব্দি আসতে পারবো না? বাক্সার কাছে যাচ্ছি না আমরা, তাহলে আমরা ঠাকুরের লেকেও আসতে পারবো না?